ഹലോ, അസ്സലാമലൈക്കും. ഭൂതക്കണ്ണാടിയൊക്കെ വെച്ച് വന്നേക്കാണ് മക്കളെ. അപ്പൊ ഇന്നലെ എടുത്ത വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് എടുക്കുമ്പോഴേ നമുക്ക് എന്താ പറയാ, കണ്ണട മാറ്റി എല്ലാവരും പറഞ്ഞ ഭൂതക്കണ്ണാടി കണ്ണുണ്ടാന്ന് പറയും. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഓൺ വോയിസിൽ ചെയ്യണെന്താണെന്നറിയാമോ, മറ്റേ മൈക്ക് എടുക്കാൻ മറന്നുപോയി. എൻ്റെ തൊള്ള തന്നെ മൈക്കാക്കി. ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് എല്ലാവരും കണ്ടിട്ട് പ്രതികരണമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അതിന് മുമ്പ് നമുക്ക് ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ടൈം നോക്കിയിട്ട് ഞാൻ വന്നതാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കണ്ടന്റ് വേണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോണെന്ന് വെച്ചാൽ ഇന്നലത്തെ ബാലൻസ് അല്ല, നമുക്ക് ഓരോ ദിവസം UAE നിന്ന് നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന ഓരോരോ ന്യൂസാണ് എൻ്റെ കണ്ടന്റ് കേട്ടോ. ഇത് UAEക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ UAEയുടെ നിയമങ്ങൾ ലംഘിച്ചിട്ടോ അതൊന്നുമല്ല കേട്ടോ. ഓരോരുത്തരുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ നമുക്കത് ഇടണം എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ UAEയിൽ കുറേ ആളുകൾ വിസിറ്റിംഗ് വിസയിൽ വരുന്നവരുണ്ട്. ഈ വിസിറ്റിംഗ് വിസയിൽ വരുന്നവർ പലതും ആഗ്രഹിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ഒരു ജോലി കിട്ടണം, ഒരു ജോലി വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഈ പണ്ട് 3 മാസം വിസിറ്റിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 മാസമുള്ളൂ വിസിറ്റിംഗ്. ആ 2 മാസം തീരാൻ പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട. ഒന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് ദിവസങ്ങൾ പോകും. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ പരമാവധി വിസിറ്റിംഗ് വിസേനേക്കാൾ വരുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു നല്ല ജോലി അന്വേഷിച്ച് ആരുടെങ്കിലും പരിചയത്തിൻ്റെ പുറത്തോ അങ്ങനെയൊക്കെ ജോലിയൊക്കെ അന്വേഷിച്ച് ആ ജോലിയുടെ വിസയ്ക്ക്, ആ കമ്പനി വിസയ്ക്ക് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ സ്വന്തം റിസ്കിൽ ഫ്രീലാൻസ് വിസ എടുക്കുന്നവരുണ്ട്. അത് 2 ലക്ഷം മേടിക്കുന്നവരുണ്ട്, 1.5 ലക്ഷം മേടിക്കുന്നത്. പല റേറ്റാണ് കേട്ടോ. പലരും പല റേറ്റിലാണ് വിസ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വന്നാൽ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നാൽ പിന്നെ വിസിറ്റിംഗ് വിസയിൽ പണിയെടുക്കാൻ ആരും സമ്മതിക്കൂല. അപ്പം പിന്നെ നമ്മൾ വന്നിട്ട് ഈ റിസ്ക് എടുത്തിട്ട് ജോലി നോക്കുക എന്ന് പറയുന്നത് റൂമിൻ്റെ റെൻറ്റും ഫുഡ് അലവൻസും പിന്നെ ജോലി നോക്കാൻ പോകണമെങ്കിൽ തന്നെ നല്ലൊരു എക്സ്പെൻസാണ്. ടാക്സിക്ക് പൈസ കൊടുക്കാനൊക്കെ. അപ്പം നമ്മൾ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇവിടുത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും UAEയിൽ വരുമ്പോൾ ഭയങ്കര സംഭവം നിർത്തിട്ടാണ് വരുന്നത്. അത് കാശുള്ളവർക്ക് അടിച്ചു പൊളിക്കാൻ വരാം, കാശില്ലാത്തവൻ ഇങ്ങനെ വന്നിട്ട് ഒരു റൂമിൻ്റെ റെൻറ്റ് കൊടുക്കണ്ടേ. 400 തൊട്ട് അങ്ങോട്ടേക്ക് മുകളിലോട്ടാണ് റൂമിൻ്റെ റെൻറ്റ്. പിന്നെ കറണ്ട്, വെള്ളം, വൈഫൈ, ഫുഡ് എക്സ്പെൻസൊക്കെ വേറെ വരും. അപ്പം നമ്മൾ പരമാവധി അങ്ങനെയൊക്കെ വരാൻ നോക്കാതിരിക്കുക. കാരണം ആരെങ്കിലും വഴി ഒരു വിസ കിട്ടുന്നതോ അല്ലെങ്കിൽ സ്വന്തം വിസ എടുത്ത് വരികയാണെങ്കിൽ പിന്നെ കുറച്ച് പൈസ മുടക്കിയാലും സ്വന്തം വിസയ്ക്ക് വരുമ്പോൾ 2 വർഷത്തോളം നമ്മുടെ കയ്യിൽ വിസ ഉണ്ടാവും, ജോലി അന്വേഷിക്കാനുള്ള ടൈമും ഉണ്ടാവും. പിന്നെ റൂമിന് കൊടുക്കാൻ എന്തെങ്കിലും എക്സ്പെൻസൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി പാർട്ട് ടൈമായിട്ട് ആ വിസയിൽ തന്നെ നിന്നുകൊണ്ട് എടുത്ത് അങ്ങനെ പോകാനേ പറ്റുള്ളൂ.